ഹായ് ഓൾ. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള കേരള PSCയുടെ എക്സാം എഴുതുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ഫെബ്രുവരി 4 അഡ്മിറ്റ് കാർഡ് വരും. വിത്തിൻ 2 വീക്സ് നമുക്ക് എക്സാമും കാണും. സോ ടോട്ടലി ഒരു 44 ഡേയ്സ് ഇനി നമുക്ക് ബാക്കിയുള്ളൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എനിക്ക് കുറച്ച് കുട്ടികളുടെ ക്വറീസ് ഈവൻ വാട്സപ്പിലും ടെലഗ്രാമിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു തസ്തികയിലേക്ക് അധികം വാക്കൻസി ഇല്ല, ആദ്യത്തെ 5 റാങ്കിൽ പെട്ടാൽ പോലും ജോലി കിട്ടാൻ ചാൻസ് ഇല്ല എന്നൊക്കെ രീതിയിലൊക്കെയാണ് കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ തൽക്കാലത്തേക്ക് എത്ര പോസ്റ്റുകൾ ഉണ്ട്, എത്ര പോസ്റ്റുകൾ ഇല്ല, എത്ര പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ലൈക്ക് ഈവൻ എന്നോട് ചോദിക്കുന്നുണ്ട് കുട്ടികൾ മിസ് ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾ അതൊന്നും ബോധർ ചെയ്യാതെ ജസ്റ്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് എല്ലാ വീഡിയോസിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. 1ാം റാങ്കിന് വേണ്ടി തന്നെ പഠിക്കുക. അത് നല്ല ഡിറ്റർമിനേഷനോട് കൂടി, അതുപോലെ തന്നെ നല്ല ഡെഡിക്കേഷനോട് കൂടി, സെൽഫ് കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ ചെയ്യുക. റിഗ്രറ്റ് ചെയ്യുന്നതിനേക്കാളും റിഗ്രറ്റ് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻ അങ്ങ് ഒഴിവാക്കി കളയുക. നിങ്ങൾ എന്തായാലും കൺഫർമേഷൻ കൊടുത്തു എക്സാമിന്, ഇനി അത് അങ്ങ് അറ്റൻഡ് ചെയ്യണം. നമുക്ക് അത് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചുമ്മാ പോയിട്ടല്ല ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്ത് തന്നെ പോകുന്നു. ഇനി ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ സിലബസിലെ കണ്ടന്റ്സിന്റെ വീഡിയോസ് എല്ലാം ക്രിസ്പ് ആൻഡ് കണ്ടന്റ് റിച്ച് ആയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെന്റൻസ് പോലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചു വിടാനുള്ള കണ്ടന്റ് ഇല്ല നമ്മുടെ വീഡിയോസിൽ. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ് നമ്മുടെ റെഫർ ചെയ്യുന്ന കുട്ടികൾ പ്രോപ്പർ ആയിട്ട് തന്നെ അത് റെഫർ ചെയ്യുക. കുറെ പേര് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത അത്രയും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ ടെലഗ്രാമിലൊക്കെ നമ്മുടെ ചാനലിൽ അത് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അത് എനിക്ക് ഫേവറബിൾ ആയിരിക്കും, നിങ്ങൾക്കും ഫേവറബിൾ ആയിരിക്കും. സിലബസിൽ പറഞ്ഞിട്ടുള്ള കണ്ടന്റ്സ് കവർ ചെയ്യുക. PSCയുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കണ്ടന്റ് കവർ ചെയ്താൽ തന്നെ ഈസിലി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. എക്സാം ഹാളിലെ പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് ഏറ്റവും അവസാനം കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻസ് എല്ലാം നല്ല രീതിയിൽ ചെയ്യുക, ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഒരു 44 ഡേയ്സും കൂടിയാണ് സ്ട്രഗിൾ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾ ഒരു സെൽഫ് പേസ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് പ്രോപ്പർലി കൺസിസ്റ്റൻസിയോട് കൂടെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ല, നമ്മൾ പ്രപ്പോസ് ചെയ്ത പ്ലാനിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ എന്താ പറയാ, അത് ഫോളോ ചെയ്തോളൂ. ആക്ച്വലി ഈ ഒരു വീക്ക് 5th to 11th വരെയുള്ള കണ്ടന്റ്സ് ചാനലിൽ അവൈലബിൾ ആണ്. നമ്മളുടെ പക്കലുള്ള കാൽക്കുലസും അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഏകദേശം നോട്ട്സ് പ്രിപ്പയർ ആയിട്ടുണ്ട്. നമ്മൾ MCQസിന്റെ വർക്കിലാണ്. സോ പ്ലീസ് സ്റ്റോപ്പ് വറിയിങ് അബൌട്ട് ഗെറ്റിംഗ് യുവർ സ്റ്റഡി മെറ്റീരിയൽസ്. അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. ബൈ ഫോർ നൗ.